അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നൂഡിൽസാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ നൂഡിൽസ് പുറത്തുനിന്നൊക്കെ വാങ്ങിയിട്ടല്ലേ ഉണ്ടാക്കാറുള്ളത്, വീട്ടിലധികം ഉണ്ടാക്കാറില്ലല്ലോ. ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഈസി ആയിട്ട് നൂഡിൽസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ട 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ നൂഡിൽസ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് അധികം ഓയിൽ ചേർക്കുന്നത്. അപ്പോൾ ഈ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും ഓയിലും ഒക്കെ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം നമ്മൾ പൊടിയെടുത്തിട്ടുള്ള ആ ഒരളവ് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് തന്നെ മുഴുവനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാതെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ കുഴച്ചെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പച്ചവെള്ളത്തിലാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വെള്ളം കൂടുതൽ ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് നൂഡിൽസ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതൊരു മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ഈ മാവ് നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന സേവനാഴിയിലിട്ടിട്ടാണ് നൂഡിൽസ് ആക്കിയെടുക്കുന്നത്. ഞാനിതിൽ നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന ചെറിയ ഹോൾസുള്ള ചില്ലാണ് ഇട്ട് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടെ വലിപ്പമുള്ള ഹോൾസുള്ള ചില്ലും ഉണ്ടാവും, അതെടുത്താലും മതി. ഇനി മാവൊന്നും പകുതി എടുത്തിട്ട് ഈ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാവ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിത് ഈ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. മാവിട്ട് കൊടുത്തിട്ട് ഈ പാത്രം ഒന്ന് അടച്ചു വെച്ച ശേഷം ഇതൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കണം. ഇനി നമ്മൾ സാധാരണ ഇടിയപ്പം എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ഇടിയപ്പത്തിൻ്റെ തട്ടെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഈ പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ ഇടിയപ്പം തയ്യാറാക്കുന്ന പോലെ ഇഡ്ഡലി തട്ടെടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുക്കുന്ന ഓട്ടയോട്ടായിട്ടുള്ള ആ പാത്രം എടുത്താലും മതി. ഏത് പാത്രം ആയാലും അതിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇതിനിപ്പോൾ 3 തട്ടാണുള്ളത്. അതിൽ 3ലും ഞാൻ ഓയിൽ കുറച്ച് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ചുറ്റിച്ചു കൊടുക്കാം. വട്ടത്തിൽ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നതെങ്കിൽ അതിൽ ഓരോരോ കുഴിയിലായിട്ട് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ വട്ടത്തിൽ തന്നെ ചുറ്റിച്ചു കൊടുക്കാം. പിന്നെ അരിപ്പൊടിനേക്കാളും കുറച്ചും കൂടെ ടൈറ്റായിട്ട് ഇരിക്കും കേട്ടോ ഈ ഗോതമ്പ് മാവ്. അതുകൊണ്ട് നമ്മളിത് തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ബലത്തിൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ ഒരു തട്ടിൽ മാവ് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ തട്ടിലും ചുറ്റിച്ചെടുത്ത ശേഷം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. ഞാനിതിപ്പോൾ വെച്ചിട്ടൊരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. നമുക്കിത് ഓരോന്നായിട്ട് ഇതുപോലെ വേർപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം വേർപ്പെട്ടിട്ട് ഓരോരോ നൂലായിട്ട് കിട്ടും. ഇനി ബാക്കിയുള്ള എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പകുതി മാവ് ഇതുപോലെ നൂഡിൽസ് ആക്കി എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതും ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതും വെന്ത് വന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതുപോലെ വേർപ്പെടുത്തിയിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തയ്യാറാക്കിയുള്ള നൂഡിൽസൊക്കെ ഞാനിതുപോലെ വേർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നൊരു നൂലെടുത്ത് നോക്കാം. പൊട്ടിപ്പോകൊന്നും ചെയ്യാതെ നല്ല നീളത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആകെ എടുത്തിട്ടുള്ള 1 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഇത്രയും നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള മസാല തയ്യാറാക്കിയിട്ട് അതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. മസാല തയ്യാറാക്കി കഴിഞ്ഞ ശേഷം ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ സമയമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകും.
അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നൂഡിൽസ് പോലെ അധിക സമയം മസാലയിലിട്ട് ഇളക്കി കൊടുക്കരുത്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നൂഡിൽസിൻ്റെ അത്രയും ഒന്നും പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകും. എന്നാലും നമ്മളിത് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതല്ലേ, കുട്ടികൾക്കൊക്കെ എത്ര വേണേലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ നൂഡിൽസ് വെച്ചിട്ട് കുറച്ച് വെജിറ്റബിൾസും മുട്ടയൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു മസാല നൂഡിൽസ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒക്കെ പോലെയുള്ള അധികം ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ എടുക്കുക. ഇപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 5 വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 7-8 വെളുത്തുള്ളി എടുക്കാം. ഇനി ഈ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അധികം മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇപ്പോൾ വെളുത്തുള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല കേട്ടോ, നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. ഇനി സവാള ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്നിട്ട് സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നോളൂ. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഞാൻ അധികം കട്ടിയില്ലാതെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തുള്ളത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്നങ്ങ് വഴറ്റി കൊടുത്താൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ക്യാരറ്റ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഏതാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. ഇനി ക്യാബേജും ക്യാപ്സിക്കും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അധിക സമയമൊന്നും നമ്മൾ ഒരു വെജിറ്റബിൾസും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ മസാല തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി ഈ വെജിറ്റബിൾസും നൂഡിൽസും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ വെജിറ്റബിൾസും നൂഡിൽസും എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഡാർക്ക് സോയ സോസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചില്ലി സോസ് ചേർക്കുന്നില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മതി, നമ്മൾ ഈ നൂഡിൽസിലും പിന്നെ മുട്ടയിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. പിന്നെ സോയ സോസൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് കുറച്ച് ഉപ്പ് മതിയാവും. പിന്നെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ പതുക്കെ ഇളക്കി കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് അധിക സമയം കുക്ക് ചെയ്യരുത് കേട്ടോ. മസാലയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ ശേഷം നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യണം. അതല്ലെങ്കിൽ തീ ഓഫ് ചെയ്ത ശേഷം നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നൂഡിൽസ് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.